20/12/2016 മുതൽ 3 വർഷമായി തന്റെ മകൾക്ക് 8 ലക്ഷം രൂപ വീതം നൽകുന്ന കമ്പനിയുടെ താല്പര്യത്തിന് അനുകൂലമായി തീരുമാനമെടുക്കണോ, അതിന് വിരുദ്ധമായി തീരുമാനമെടുക്കണോ എന്ന് അങ്ങ് ചിന്തിച്ച് തീരുമാനമെടുത്തിട്ട് ഈ കൈകൾ ശുദ്ധമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ജനങ്ങളോട് പറയാൻ കഴിയുക എന്ന് അദ്ദേഹത്തെ മുന്നിൽ നിർത്തി നിയമസഭയിൽ ചോദിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മാസപ്പടി വിഷയത്തിൽ യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് മാത്യു കുഴൽനാടൻ MLA. 2016 ഡിസംബർ മുതൽ തുടർന്നുള്ള എല്ലാ മാസത്തിലും വീണ വിജയന് മാസപ്പടി ലഭിച്ചെന്നും CMRLനെ സഹായിക്കാൻ കരിമണൽ ഖനന നയത്തിൽ മുഖ്യമന്ത്രി തിരുത്തുവരുത്തിയെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. വീണയ്ക്ക് ലഭിച്ച പണം CMRLന് മുഖ്യമന്ത്രി നൽകിയ സേവനത്തിനാണെന്നും കുഴൽനാടൻ പറഞ്ഞു. പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് പിന്നാലെ വീണയ്ക്ക് മാസാമാസം 5 ലക്ഷം രൂപ വരെ CMRL നൽകി. ഇതിനു പുറമെ എക്സാലോജിക് കമ്പനിക്കും മാസം 3 ലക്ഷം രൂപ വീതം കൊടുത്തു. CMRLന്റെ ആവശ്യം ലീസ് അനുവദിക്കണമെന്നാണ്. CMRLന് കരിമണൽ ഖനന അനുമതി ഉറപ്പാക്കാൻ പിണറായി വിജയൻ ഇടപെട്ടുവെന്നും അതിനുവേണ്ടി അദ്ദേഹം വ്യവസായ നയം മാറ്റിയെന്നും കുഴൽനാടൻ ആരോപിച്ചു. അതിനാലാണ് മുൻ കരാർ റദ്ദാക്കിയ ഫയൽ പുനഃപരിശോധിക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. മികച്ച KM മെറ്റീരിയൽ എന്ന് പറയുന്ന കൊല്ലം മെറ്റീരിയൽ ആദ്യമായിട്ട് ഒരു ലീസ് 2003-2004 കാലഘട്ടത്തിൽ അവർക്ക് ലഭിക്കുകയുണ്ടായി. അതൊരു 4 ലീസാണ്. ഐ വുഡ് സേ എന്റെ ഇതാണ് ആ ലീസിന്റെ കോപ്പി. ഗവൺമെന്റ് ഓഫ് കേരള ഗ്രാന്റ് ചെയ്ത ലീസാണ്. ദിസ് ഇസ് ഡേറ്റഡ് 15/9/2004. 15/9/2004 4 ലീസസ് വെർ ഗ്രാന്റ്. അതിനുശേഷം വന്ന അച്യുതാനന്ദൻ സർക്കാരിന്റെ നിലപാട് അതായിരുന്നു. അച്യുതാനന്ദൻ വെന്റ് 1 സ്റ്റെപ്പ് അഹെഡ്. ഇനി ഒരു കാരണവശാലും ഇനി നാളെ ആണെങ്കിലും അത് നടക്കരുത് എന്നുള്ളതുകൊണ്ട് അച്യുതാനന്ദൻ ഗവൺമെന്റ് കേരളത്തിന്റെ വാണിജ്യ നയം അല്ലെങ്കിൽ വ്യാപാര വാണിജ്യ നയം തീരുമാനിച്ചപ്പോ മിനറൽ പോളിസിയിൽ കൃത്യമായിട്ടുള്ള ഒരു പോളിസി അദ്ദേഹം അഡോപ്റ്റ് ചെയ്തു. പൊതുമേഖലയിലല്ലാതെ സ്വകാര്യ വ്യക്തികൾ കരിമണൽ ഖനനത്തിൽ എൻട്രി ചെയ്യാൻ സംസ്ഥാന സർക്കാർ അനുവദിക്കില്ല എന്നുള്ള നയം തീരുമാനിച്ചു. അച്യുതാനന്ദന് ശേഷം ഉമ്മൻചാണ്ടി സർക്കാർ വന്നു. ഇതിനിടയിൽ CMRL കമ്പനി അവരുടെ ലീസ് ക്യാൻസൽ ചെയ്തതിനെതിരെ അല്ലെങ്കിൽ അത് മുമ്പോട്ട് പോകാൻ കഴിയാത്തതിനെതിരെ കേന്ദ്ര മൈൻസ് ട്രൈബ്യൂണലിൽ പോവുകയുണ്ടായി. മൈൻസ് ട്രൈബ്യൂണല് അവർക്ക് അവരുടെ ആവശ്യങ്ങൾ പുനഃപരിശോധിക്കാൻ കേരള ഗവൺമെന്റിനോട് നിർദ്ദേശം നൽകി. കേരള ഗവൺമെന്റ് പുനഃപരിശോധിച്ചെങ്കിലും അനുകൂലമായ തീരുമാനം കൈക്കൊണ്ടില്ല. ആ തീരുമാനത്തിനെതിരെ ആദ്യം ഹൈക്കോടതി പോയി. ബെഞ്ച് CMRL എന്ന കമ്പനിയുടെ ഏറ്റവും വലിയ വരുമാനവും താൽപര്യവും കരിമണലാണ്. കരിമണലിനുള്ള ലീസ് ആദ്യമായി ലഭിച്ചത് 2003-2004 കാലത്താണ്. ഉമ്മൻചാണ്ടി സർക്കാർ കാലത്ത് CMRL കമ്പനി അവരുടെ ലീസ് റദ്ദാക്കിയതിനെതിരെ കേന്ദ്ര മൈൻസ് ട്രൈബ്യൂണലിനെ സമീപിച്ചു. മൈൻസ് ട്രൈബ്യൂണൽ CMRLന്റെ ആവശ്യങ്ങൾ പുനഃപരിശോധിക്കാൻ കേരള സർക്കാരിന് നിർദ്ദേശം നൽകി. എന്നാൽ കേരള സർക്കാർ ഇതിൽ അനുകൂല തീരുമാനം കൈക്കൊള്ളാത്തതിനാൽ CMRL ഹൈക്കോടതിയെ സമീപിക്കുകയും സിംഗിൾ ബെഞ്ച് CMRLന് അനുകൂലമായി വിധിക്കുകയും ചെയ്തു. ഇതിനെതിരെ സർക്കാർ ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ നൽകി. ഡിവിഷൻ ബെഞ്ച് തീരുമാനവും CMRLന് അനുകൂലമായപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി CMRLന് എതിരായ വിധി വാങ്ങി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് സുപ്രീം കോടതി അപ്പീൽ പോയി CMRL കമ്പനിക്ക് ആ ലീസ് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കാതെ ഫൈറ്റ് ചെയ്ത് ടുവേഴ്സ് ദി എൻഡ് ആ സുപ്രീം കോടതി വിധി. ഇനി അവിടെ നിന്നാണ് നമ്മുടെ ഇത് ആരംഭിക്കേണ്ടത്. ബെഞ്ച് പരിഗണിച്ച കേസിൽ ഒരു സിംഗിൾ ജഡ്ജ് ജസ്റ്റിസ് ഭാനുമതി സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ മുഴുവൻ അംഗീകരിച്ച് ഡിസന്റ് നോട്ട് എഴുതുകയും എന്നാൽ ഭൂരിപക്ഷ വിധി പ്രകാരം ഡിവിഷൻ ബെഞ്ച് ജഡ്ജ്മെന്റിനെതിരെ സമർപ്പിച്ച അപ്പീൽ തള്ളിക്കളഞ്ഞുകൊണ്ട് പക്ഷേ ആ സുപ്രീം കോടതി സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു അവസരം നൽകുകയുണ്ടായി. അതായത് CMRLന് അനുകൂലമായി തള്ളിക്കളഞ്ഞുകൊണ്ട് പക്ഷേ ആ സുപ്രീം കോടതി സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു അവസരം നൽകുകയുണ്ടായി. ആ അവസരം ഞാൻ പറയാം. അതായത് CMRLന് അനുകൂലമായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിക്ക് എതിരായി പോയ സുപ്രീം കോടതി അപ്പീലിൽ പരിഗണിച്ചതിന് ശേഷം
Kerala state government does not have the effects of making a valid reservation within the comprehensive. എന്നാൽ അതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയി. CMRLന് ലീസ് അനുവദിച്ച് മേഖലകൾ നോട്ടിഫൈ ചെയ്താൽ അത് സർക്കാരിന്റെ കൈവശം എത്തുമെന്നാണ് കോടതി 2016 ഏപ്രിലിൽ പുറത്തിറക്കിയ വിധിയിൽ പറയുന്നത്. തുടർന്ന് 2016 മേയിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നു. കരാർ റദ്ദാക്കാതെ ഫയൽ പുനഃപരിശോധിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. 2019 സെപ്റ്റംബറിൽ നിയമോപദേശം തേടാൻ മുഖ്യമന്ത്രി യോഗം വിളിച്ചു. പാട്ടക്കരാർ റദ്ദാക്കണമെന്ന് നിയമവകുപ്പിന്റെ ശുപാർശ നിലനിൽക്കെയായിരുന്നു ഇത്. വീണയ്ക്ക് മാസപ്പടി ലഭിച്ചത് മുഖ്യമന്ത്രി കരിമണൽ കമ്പനിക്ക് നൽകിയ സേവനത്തിനെന്നും കുഴൽനാടൻ ആരോപിച്ചു. അത് സംബന്ധിച്ച് ലീഗൽ ഒപ്പീനിയൻ വീണ്ടും ചോദിക്കാൻ അഡ്വക്കേറ്റ് ജനറൽ വിടണമോ എന്ന തീരുമാനമെടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് ഫയൽ വരുമ്പോ 3 വർഷമായി തന്റെ മകൾക്ക് 8 ലക്ഷം രൂപ വീതം നൽകുന്ന കമ്പനിയുടെ താല്പര്യത്തിന് അനുകൂലമായി തീരുമാനമെടുക്കണോ, അതിന് വിരുദ്ധമായി തീരുമാനമെടുക്കണോ എന്ന് അങ്ങ് ചിന്തിച്ച് തീരുമാനമെടുത്തിട്ട് ഈ കൈകൾ ശുദ്ധമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ജനങ്ങളോട് പറയാൻ കഴിയുക എന്ന് അദ്ദേഹത്തെ മുന്നിൽ നിർത്തി നിയമസഭയിൽ ചോദിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് .com സബ്സ്ക്രൈബ് ചെയ്യുക.